ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, എനിക്ക് ചേസിങ് മെന്റാലിറ്റി കൂടുതലാണ്. എത്ര സൈലൻസിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ തന്നെ അത് ബ്രേക്ക് ചെയ്യും. ബിക്കോസ് ഞാൻ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സോ ഈ ചേസിങ് ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ മതി. സോ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സൈലൻസ് ഉണ്ടായിരിക്കും, അത് കണ്ടിന്യൂസ് ആയി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അതായത് നോ കോണ്ടാക്റ്റിലാണെന്നറിയാം, ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ അറിയാം, പക്ഷേ എൻ്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ എൻ്റെ അപ്ഡേഷൻസ് അവരറിയുന്നുണ്ടോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? വാട്സപ്പ് സ്റ്റാറ്റസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ വന്ന് നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരറിയുന്നുണ്ടോ, ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളോട് നിങ്ങൾ അവരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ചോദിച്ചോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള നോ കോണ്ടാക്ട് റൂള് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു സൈലൻസ് ഫീഡ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ചേസിങ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി കംപ്ലീറ്റ് ആയി ഇൻവിസിബിൾ ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും, ആ ഒരു നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ഒന്നുകിൽ കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യുന്നതിനായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് വീണ്ടും തിരിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. സോ നിങ്ങളുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ചേസിങ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയി ഇൻവിസിബിൾ ആവുകയാണ് വേണ്ടത്. അവരിടുന്ന പോസ്റ്റിന് അല്ലെങ്കിൽ അവരെന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പോയി ലൈക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യുന്നു, അതിന് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഡേറ്റ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അവരുടെ ബർത്ത്ഡേ ആണ്, സോ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒന്ന് വിഷ് ചെയ്തേക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നോ കോണ്ടാക്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയി ഇൻവിസിബിൾ ആവേണ്ടതുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചേസിങ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ. 3, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഒരു പക്ഷേ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും അടുക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കണം. ആ ഒരു ചേസിങ് നിങ്ങൾക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയി മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സർക്കിൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കണം. ഇനി 4ാമത്തെ കാര്യം, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസ് ആണ്. അതായത് നിങ്ങളുടെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ചേസിങ് കുറയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. ഈ റൂൾസ് നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റൂൾസ് നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാതിരിക്കുക. കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് മെസ്സേജ് അയച്ചതല്ലേ അല്ലെങ്കിൽ ഒരു കോൾ വന്നതല്ലേ, ഒറ്റ തവണ റിപ്ലൈ കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം പലപ്പോഴും ഈ നോ കോണ്ടാക്ട് റൂള് പല ആളുകളും ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾ ഒരു തവണ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഒരു നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല, കാരണം ഒരു തവണ ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്തല്ലോ. അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. ആൻഡ് ഫൈനലി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും ഒരുപാട് സമയമുണ്ട്. സോ ആ ഒരു സ്പേസ്, ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടായിരിക്കും, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ആക്ഷൻ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണിത്. ബിക്കോസ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സക്സസ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വിസിബിൾ ആകണം, അല്ലെങ്കിൽ തിരികെ വരണമെന്ന് ആ വ്യക്തിക്ക് തോന്നാനിടയാക്കുന്ന എന്തെങ്കിലും ഒരു റീസൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണമല്ലോ.
സോ ഈ ഒരു നോ കോണ്ടാക്ട് റൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ ആ ചേസിങ് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകണം. അങ്ങനെയാവുന്ന സമയത്ത് ഓവർ തിങ്കിങ് ആവാതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതലായി ആലോചിച്ച് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും, ലൈഫിൽ ഗ്രോ ആകാനും സാധിക്കും. സോ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ 5 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നോ കോണ്ടാക്ട് പീരീഡ് സമയത്ത് ചേസിങ് കൂടുതലാണ്, അല്ലെങ്കിൽ ചേസിങ് കാരണം നോ കോണ്ടാക്ട് ബ്രേക്ക് ആകുന്നു എന്നൊരു കംപ്ലൈന്റ് നേരിടുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു റിസൾട്ട്, അതായത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു പർപ്പസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യും. എനിവേസ്, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.